ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അതായത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വിരുന്ന് വരുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങിന് വേണ്ടിയിട്ട് ഞാനും ചേച്ചി നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, നമുക്ക് ബിരിയാണി അല്ല ഫ്രൈഡ് റൈസ് ചിക്കനും വെക്കാന്നുള്ളത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തൊരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ടോ. കുറേയൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്, എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കാരണം വീഡിയോ എടുക്കുന്ന ആൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം സാധനങ്ങൾ കൊണ്ടെത്തിക്കുക എന്നുള്ള രീതി മാത്രമേ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം ഞാനും ചേച്ചിയും ഒരു 4 മണി തൊട്ട് ചെയ്ത് ഒരു ഷടപടിയെന്ന് ചെയ്തില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ് നിങ്ങൾ കാണുന്നതല്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളന്ന് ഒരു കല്യാണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ എത്രയാ ഒരു 3:30 ആയി. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ വരും എന്നാ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാട്ടോ നമ്മൾ വിരുന്ന് കൊടുത്ത് വൈകിട്ടാട്ടോ രാത്രി കൊടുക്കാനായിരുന്നു തീരുമാനിച്ച്. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വന്നപ്പോൾ ചേച്ചി ചിക്കൻ കഴുകുന്നതേ ഉള്ളായിരുന്നു. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെ പിന്നെ ബാക്കിയുള്ള സമയം കൊണ്ട് ഭയങ്കര സ്പീഡിൽ തട്ടിക്കൂട്ടി എടുത്തൊരു വീഡിയോ കേട്ടോ. കുറേയൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സാധാരണ അയ്യുമ്പോൾ സ്പീഡൊന്നും കിട്ടാറേ ഇല്ല കേട്ടോ. പക്ഷേ അഥവാ സ്പീഡിലായിരിക്കും എൻ്റെ കൈയും മുറിയും. പക്ഷെ എന്തോ വന്ന് എൻ്റെ ദൈവം സഹായിച്ച് എൻ്റെ കൈയൊന്നും മുറിഞ്ഞില്ല. ഞാൻ ഭയങ്കര സ്പീഡിലെല്ലാം ചെയ്തായിരുന്നു. അതായത് ലാസ്റ്റൊക്കെ ആയപ്പോൾ ആദ്യം ഭയങ്കര സ്ലോ ആയിരുന്നു ചെയ്യാറ്. പക്ഷെ പിന്നെ സ്പീഡ് വന്നാൽ ഞാൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്നെ എനിക്ക് പോലും അറിയാൻ പാടില്ല. പിന്നെന്താ, ചേച്ചി ഇത് ഫസ്റ്റ് ടൈം ആട്ടോ. അതായത് വീട്ടിൽ ചേച്ചി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യില്ലേ, അങ്ങനെ ആദ്യമായിട്ടാണ് ചെയ്തത്. ഞാൻ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൂ. ചിക്കൻ കറി ഞാനൊരു മേജർ പാർട്ട് ഞാനാണ് ചെയ്തത്. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ ഫുൾ ഉത്തരവാദിത്വം ചേച്ചിക്കായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആക്കിയായിരുന്നു വീഡിയോ ഫ്ലോപ്പായി പോയിരുന്നു. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ചേച്ചി അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഇരുന്ന് വരുമ്പോൾ നമുക്ക് അവരോട് കുറേയൊക്കെ നമ്മൾ സംസാരിക്കുകയൊക്കെ വേണ്ടേ, മിങ്കിൾ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.